ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified this evening. ഈ നല്ല രാത്രികാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. I really thank the Lord for giving us this wonderful opportunity. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്ററും കുടുംബവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. I want to bring greetings to each and every one of you who are here this evening. പാസ്റ്റർ എന്ന് പറഞ്ഞതിനേക്കാൾ എൻ്റെ ഒരു അധ്യാപകനോടാണ് പ്രിയ സാറ്. Yes, I think they got it. ഓക്കെ, പ്രിയ സാറിനോട് ഒന്നിച്ച് ഈ രാത്രിയിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കുന്നത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. This evening I am so delighted to be here in the presence of the Lord. ദൈവം നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ദൈവമാണ്. Our Lord loves us so much. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We are here on the 16th night of our fasting prayer. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. For the last several days the Lord has been ministering to us. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. Our God is a God who does miracles while we seek his face. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാനുള്ള ഒരു അവസരമാണ്. This fasting prayer is those days when we can come closer to the Lord and understand him in a more better way. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിഷയങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. You may be in the presence of God with many burdens. ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ വെക്കുവാൻ വേണ്ടി. There may be many needs that you have that we can present before God. പക്ഷേ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം ഉണ്ടാകണം. During these 21 days of prayer, one of our prayers should be, Lord, may I get more closer to you and know you in a better way. ദൈവവുമായിട്ട് നല്ലൊരു ആഴമായ ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ആ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുന്നത്. When we get more intimate with God in our connection every day, our love for him will also grow. നമ്മൾ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ ഇടയായി. And as we get more closer to the Lord in that intimacy, in that connection, every need of us he is faithful to provide. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നത് പല ആവശ്യങ്ങളുമായിട്ടാണ്, പക്ഷേ ദൈവമായിട്ടുള്ള ആഴമായ സ്നേഹബന്ധം നമ്മൾ നിലനിർത്താറില്ല. Many times we get more closer to the presence of God because we have so many burdens and so many needs, but it should be other way around, where we get more closer so that we can intimately grow with him, and as we grow with him, he is faithful to provide for every single need. ഇന്ന് രാത്രിയിൽ അങ്ങനെ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഒന്നിച്ച് ഞാൻ പങ്കുവെക്കാൻ കൂടി ആഗ്രഹിക്കുന്നത്. Tonight I want to share a few of those aspects tonight. അതിലേക്കപ്പെടുന്ന സഭകൾ മാത്രമാണ് വളരുന്നത്. Those churches that are willing to send people out into mission field, those churches do grow. ഒരിക്കൽ ഒരു കത്തോലിക്ക പുരോഹിതൻ ഇപ്രകാരം പറയാനിടയായി തീർന്നു, അയക്കപ്പെടാത്ത സഭകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. A Catholic priest once made this comment: the churches that refrain from sending out people, they are gradually dying. നമ്മുടെ യൂറോപ്പിലുള്ള പല സഭകളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. When you look at Europe today, that's what you see, the state of Christianity in Europe. എന്നാൽ ഈ സഭ അയക്കുന്ന സഭയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. And I know for sure that this church is sending, so I'm really thankful to the Lord. May the Lord continue to bless you. ഞാൻ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. Only the gospel is the gospel message that can radically change people. ഈ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ഈ സുവിശേഷം കൊണ്ട് If മാത്രമാണ്. there has been true transformation in the lives of people, it has only been because of the gospel. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഈ സുവിശേഷ നിമിത്തം മാത്രമാണ്. Today we are here also because of the gospel. നമ്മുടെ നാട്ടിലും അനേക വർഷങ്ങൾക്ക് മുമ്പ് അനേക മിഷണറിമാർ കടന്നു വരികയും അവരുടെ ജീവിതം നമുക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പഠിപ്പുള്ളവരും അറിവുള്ളവരുമായത്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം സംഭവിക്കാനിടയായി. We can ask our parents, they will say many years ago, many missionaries were willing to leave their comfort zones and come to our state in India and share the gospel, gave us education. That is the reason we have enlightenment. We know people have come to the saving knowledge of Jesus Christ and they've been educated also. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. So we believe that the gospel has the power to transform lives. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Today many hundreds of people are coming to the saving knowledge of Christ in Bihar. നിങ്ങൾ ഒരിക്കൽ പഠിച്ചിരിക്കുന്നത് ബീഹാർ എന്ന് പറയുന്നത് മിഷണറിമാരുടെ ശവപ്പറമ്പെന്നാണ്, അല്ലെങ്കിൽ മിഷന്റെ ശവപ്പറമ്പെന്നാണ്. Once upon a time, people came to know that Bihar was known as a graveyard of missionaries. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 10 സ്ഥലങ്ങളിൽ സുവിശേഷ വേലയിൽ ഒന്ന് ബീഹാറാണ്. If of the 10 most difficult and dangerous places once upon a time to go as a missionary, one place was Bihar.
എന്നാൽ ഇന്ന് യേശുവിന്റെ വലിയ അത്ഭുതങ്ങൾ അവിടെ But നടന്നുകൊണ്ടിരിക്കുന്നു. today there is mighty works of miracles of Jesus that are being taking place in Bihar. അതിന്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞ അനേക പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതം ആ സ്ഥലത്തിന് വേണ്ടി സമർപ്പിക്കാൻ The reason for that is nothing else but that many people sacrificially they moved into that place. They wanted to be missionaries to share the good news of Jesus. അനേകർ അവിടെ വന്നിട്ട് വിത്തുകൾ വിതച്ചിന്ന് ഞങ്ങൾ അത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. Today, Bihar India Mission is able to reap the harvest because sacrificially, prayerfully, with tears, many sowed the seed in the yesteryears. കേവലം ഇന്ത്യ മിഷൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ മിഷൻ സ്റ്റേഷനിലെ ആൾക്കാരും ഇന്ന് നല്ല ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ദൈവം അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. Lord is blessing every mission agencies that are working in Bihar with a tremendous increase, with a tremendous harvest, because in the past years, so many people went with tears and sowed the seed there. നമ്മളെ കാല് വെക്കുവാൻ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ If ഇടയായി. you and I are willing to step out in faith, God is faithful to honor our faith. അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ പറയുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. Paul reminds us in the book of Romans that they who preach the good news of the gospel, their feet are so blessed. അതിനു മുമ്പുകളായിട്ട് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്, അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. In the same chapter, Paul would remind that unless people go, how will people hear? Unless they preach, how will they know? Unless they know, how can they believe? നിങ്ങളുടെ ഇന്നത്തെ തീമായിരുന്നു ഓവർഫ്ലോ, അല്ലെങ്കിൽ ഓവർഫ്ലോയിങ് ദ ഫെയ്ത്ത് എന്നാണ് നിങ്ങളുടെ തീം ഇന്ന്. I mean, today's our night of prayer was an overflowing in faith. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. When you and I begin to see this overflow of faith, we begin to see mighty miracles happen in our life. ഈ വിശ്വാസം നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് കിട്ടത്തില്ല. But when we are by ourselves in the house, we may not get this faith. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസം ഉണ്ടാകുന്നത്. When we hear God's word, when we begin to practice God's word, the faith generates, mighty miracles in our life. അങ്ങനെയാണെങ്കിൽ യേശുവിനെ പറ്റി ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാവും? How will people who have never heard about Jesus will come to know him truly? നമ്മൾ കഴിഞ്ഞ 16 ദിവസമായിട്ട് നിരന്തരമായിട്ട് ഡെയിലി ദൈവവചനം For the കേട്ടോണ്ടിരിക്കുന്നവരാണ്. last 16 days, we have been hearing God's word. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഇന്നും ഒരു പ്രാവശ്യം പോലും യേശുവിനെ കേൾക്കാത്തവരുണ്ട്. But you must realize that there are many hundreds and thousands of villages, even today, they have not heard the gospel even once. വീണ്ടും നമുക്ക് അനേക ഗ്രാമങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ അയക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. May the Lord continue to bless us so that we may be able to send others into those places. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് പോകുവാൻ കഴിയട്ടെ. And may the Lord strengthen us, stir us up so that we will go. ഞാൻ നിങ്ങളെയൊക്കെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യത്തിന് വേണ്ടി എൻകറേജ് ചെയ്യുകയാണ്. I want to encourage you once again tonight. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു മിഷൻ ട്രിപ്പുകൾ നിങ്ങൾ നടത്തണം. I pray that in your lifetime at least once you should take a short-term mission trip. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് I കാരണമായി do തീരും. believe and I do want to say that it will indeed become a source of blessing for you and for your generations. കാര്യം കർത്താവ് നിങ്ങൾ എത്രത്തോളം അതിശയകരമായും അത്ഭുതകരമായും എങ്ങനെ കരുതലും കർത്താവിൻ്റെത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്കിടയായി തീരും. You and I will be able to realize how wonderfully, how marvelously he leads us. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള മിഷൻ യാത്രകൾ നടത്തണം. For us to understand what are the changes that the Lord has brought into our life, we must be able to undertake at least once in our lifetime a short-term mission. ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ അതിനു വേണ്ടി പോകണമെന്ന്. I'm not asking that you must leave your jobs and go for the full പക്ഷേ time. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മിഷൻ ട്രിപ്പ് യാത്ര But at least ചെയ്യണം. once in a lifetime, we must make it a habit or a practice that, Lord, I will go and be part of what you're doing in the greater world. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകണം. And when you go, take your children also with you. എന്തിനാണെന്ന് അറിയാമോ? Why? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് മനസ്സിലാക്കും. So that your children will also come to know. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കും. And then your children will also be able to see that and follow that. കാര്യം അവർക്ക് ഒരു കാര്യം മനസ്സിലാകും, അവരെ കർത്താവ് എത്രത്തോളം അത്ഭുതകരമായ സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. And how blessed and how marvelously the Lord has kept your children as well. അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. And they will also be able to appreciate how blessed they are. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ അതിനുവേണ്ടി എൻകറേജ് And I ചെയ്യുകയാണ്. encourage you for that.
നിങ്ങൾ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. Pray for Bihar. ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്നും യേശുവിനെ പറ്റി There are അറിഞ്ഞിട്ടില്ല. still hundreds of villages that need to hear the gospel of Jesus. ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗയ, നവാദ എന്ന് പറയുന്ന 2 ജില്ലകളിലാണ്. I mainly focus on 2 districts of Bihar. എന്റെ കൂടെ 76 ദേവദാസന്മാർ അവിടെ സുവിശേഷ About വേലയിലായിരിക്കും. 76 ministers of the gospel are working alongside of me. കഴിഞ്ഞ 21 വർഷമായിട്ട് പ്രിയ ഡോക്ടർ എബിപി മാത്യുവിനോട് ചേർന്ന് നിന്ന് ഇന്ത്യ മിഷനിൽ പ്രവർത്തിപ്പാൻ കർത്താവ് എനിക്ക് അവസരത്തെ For the നൽകി. last 21 years, I've been serving alongside of the man of God. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി. And for the last many years, we have been able to see mighty miracles of God. ഏകദേശം 350-ലധികം ഹൗസ് ചർച്ചുകൾ ഈ 2 ഡിസ്ട്രിക്റ്റിലായിട്ട് ഞങ്ങളുടെ ദേവദാസന്മാർ And ചെയ്തുകൊണ്ടിരിക്കുന്നു. about 350 house churches are currently functional in these 2 districts. 82 സ്ഥലങ്ങളിൽ സൺഡേ ആരാധനകളുണ്ട്. And in 82 places, we have Sunday morning worship services. അതുപോലെ 20-ലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ മുസ്കാൻ സ്കൂൾ നടത്തുന്നുണ്ട്. And about in 20 places, we do a small school by the name Smile. മുസ്കാൻ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു ഫോർമൽ സ്കൂൾ ഒന്നുമല്ല. The Smile school is not a big formal education place. ചിലപ്പോൾ അതൊരു മരച്ചോട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു ചെറിയ വീട്ടിന്റെ വരാന്തയിലായിരിക്കാം. That Smile school oftentimes takes place under a tree, the shade of a tree, or maybe in the portico of someone's house. സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിളിച്ചിട്ട് അവരെ ഒരു ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് നൽകുകയാണ്. Those children who do not go to school, we invite them and we give them some kind of a little formal education, teaching them also biblical truths. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് അതുപോലെ പഠിപ്പിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. For the last many years, the Lord has enabled us to teach many hundreds of students like that. പ്രത്യേകിച്ച് മുസഗർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷന്റെ ലെവൽ എന്ന് പറയുന്നത് കേവലം 5%. There is a community, there is a particular people group in that area whose education literacy rate is only 5%. അവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും സ്കൂളിൽ പോകാറില്ല. And those children never go to school. ഞങ്ങളുടെ ബോധഗയ്ക്ക് അടുത്തൊരു നേവദാപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. There is a small village by name Devadatta in the place where we work. ഞാൻ പെട്ടെന്ന് ഓർത്ത സമയത്ത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് Let പറയാം. me just share that with you. ഞങ്ങൾ 2011 അവിടെ ഇതുപോലെ ഒരു മുസ്കാൻ സ്കൂൾ നടത്തുവാൻ തുടങ്ങി. One day in 2011, we started off a small Smile school there. 100-ലധികം കുഞ്ഞുങ്ങളെ അവിടെ കടന്നു വരുന്നുണ്ട്. And about 100 children started coming to that place. ഞങ്ങൾ അവരെ പഠിപ്പിച്ചിട്ട് അവിടുത്തെ സ്കൂളുകളിൽ ഞങ്ങൾ വിട്ട് അവരെ വീണ്ടും എൻകറേജ് ചെയ്തു. ആദ്യത്തെ 10ാം ക്ലാസ് പാസ്സായ കുഞ്ഞുങ്ങൾ അവരാണ്. And after we gave them the little bit of education, we sent them to the public school system so that they can study there. And some of the kids graduated from 10th grade. അതിനുശേഷം അവർ +2 പാസ്സായി. And after that, they graduated from high school. അതിൽ 3 പേര് ഇന്ന് പാസ്റ്റർമാരായി. And 3 of them became pastors today. 2-3 പേരെ ഒരാളെ ഇന്ന് കേരളത്തിൽ ഞങ്ങൾ വിട്ടിട്ടുണ്ട് BTech പഠിപ്പിക്കാൻ. And we sent 2 people to Kerala to continue their education. അതുപോലെ വേറെ പലരും പല ചെറിയ പോളിടെക്നിക് അതുപോലുള്ള ചെറിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി അവരെ ഞങ്ങൾ പറഞ്ഞു. And many other people, we send them for skilled training so that they can get a job. സുവിശേഷത്തിനോട് ചേർന്ന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. Along with gospel, as we continue to educate them in the basic things of this world, we can see a total transformation come in their life. പണ്ട് കേരളത്തിലുണ്ടായിരുന്ന സ്കൂളുകൾക്കൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് പള്ളിക്കൂടമെന്ന്. That's what we used to call schools in Kerala, that there were schools that were attached to the churches. എല്ലാ പള്ളിയുടെയും കൂടെ ഒരു സ്കൂൾ കൂടെ ഉണ്ടായി. There was always a school that was attached to a church. അവിടെ അവർ നല്ല എഡ്യൂക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി. And God, it enabled them to give education to our people. അതുകൊണ്ട് മാത്രമാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുവാനിടയായത്. And that is one of the reasons, because of the high education that the churches were able to give to people, that not only they got educated, they went on to further their education. They were able to go into even foreign lands. ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടായത് അതുകൊണ്ട് മാത്രമാണ്. And that is only one reason why our visions changed. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. There are many things we can continue to do. നമ്മുടെ ആകെയുള്ള ഒറ്റ ഒരു ലൈഫാണ്. There is only one life that we have. ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. It will soon be done. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് നിലനിൽക്കുന്നത്. Whatever we do for the Lord will remain. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ലോകത്ത് വിട്ടേച്ചു പോകുന്നത്. Everything else in this world we will leave here. പക്ഷേ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. Whatever we do for His kingdom, His name will endure forever. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 5 മുതലുള്ള വേദവാക്യമാണ്. I want to take your attention to the Gospel of Luke chapter 11 verses 5 onwards. Luke chapter 11 verses 5 onwards. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞ ഒരു നല്ല കഥയാണ് നമ്മൾ അവിടെ വായിക്കുവാൻ. We read a story that Jesus shared with His disciples as He taught them the principles of prayer. യേശുവിന്റെ അടുത്ത് വന്നിട്ട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറയുവാൻ. The disciples came to Jesus and asked, Lord, teach us to pray. യേശു അവരെ ചെറിയ രീതിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ചില വരികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. Jesus taught them the way how to pray. അതിനുശേഷം അതിനോട് ബന്ധപ്പെട്ട് തന്നെ യേശു ഒരു ചെറിയ നല്ല കഥ പറയുവാനായിട്ട്. And then along with that, verse 5 onwards, Jesus shared with them a small parable.
ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ തന്റെ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. A friend, during midnight time, he comes to his other friend. അർദ്ധരാത്രിയിൽ കടന്നു വന്ന തന്റെ ആ സ്നേഹിതന് തന്റെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടി ആഹാരമൊന്നുമില്ല. When this friend comes during the midnight time to this dear friend's house, this friend doesn't have any food to offer him. അദ്ദേഹം തന്റെ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണവുമായി മടങ്ങി വരുന്നതാണ് ഈ കഥയിലെ സാരാംശം. So because he didn't have anything to offer him, he goes to his friend's house to borrow something so that he can offer this friend of his who has come to his house. ഈ കടന്നു വന്ന രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ യാതൊരു പരിചയമില്ലാത്തവരാ. The friend who came to the original friend's house, him and the other third party, they both don't have any connections. ഒരു പകൽ മുഴുവൻ ഒരുപക്ഷെ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായിട്ടായിരിക്കും അർദ്ധരാത്രിയിൽ ഈ സ്നേഹിതൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. This friend who came from far off might have traveled the entire day and he landed up in the house of his friend. നമ്മുടെ വീട്ടിലൊക്കെ സ്നേഹിതന്മാർ രാത്രിയിൽ വരാറുണ്ട്. We have oftentimes friends who come to our house during the night time. നമ്മളിൽ ആരെങ്കിലും അർദ്ധരാത്രിയിൽ നമ്മുടെ ആ സ്നേഹിതന് വേണ്ടി ഭക്ഷണം വാങ്ങിക്കാൻ വേറൊരു വീട്ടിൽ പോകാറുണ്ടോ? Do we ever go to a neighboring friend and say, hey, I have nothing to offer to my friend who has come to my house, will you give me some food? ഞങ്ങളുടെ ബീഹാറിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് ഇതുപോലെ രാത്രിയിൽ ഇങ്ങനെ വരാറുണ്ട്. In Bihar many a times people do come during the midnight times. കാര്യം ലോങ് ജേർണി കഴിഞ്ഞിട്ട് അവർക്ക് വാഹനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ആൾക്കാർ എപ്പോഴും വരും. Many a times when people are traveling and they do not find their transportation, they end up being in our house. ഒരു രാത്രി 1 മണിക്കൊക്കെ വരുന്നവരോട് നമ്മൾ പതുക്കെ പറയുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചെന്നാണല്ലോ ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി വെള്ളം വേണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും. രാവിലെ കാണാമെന്ന് പറഞ്ഞവരെ ഗുഡ് നൈറ്റ് പറയും. If around 1 o'clock if someone is coming in the midnight, what do we say? We don't have any food to offer them. So what we'll say is in a nice diplomatic way, I hope you had your dinner. We can offer you water to drink. ഈ സ്നേഹിതൻ പക്ഷെ നമ്മളെക്കാളൊക്കെ ഒരു വ്യത്യസ്തനാണ്. എന്നെക്കാട്ടിലും വ്യത്യസ്തനായ ഒരു സ്നേഹിതനാണ് ഞാൻ ഇവിടെ വായിച്ചത്. This friend that Jesus said the parable, he has a different heart. ഈ സ്നേഹിതന് തന്റെ അടുത്ത സ്നേഹിതനോട് വലിയ സ്നേഹമാണ്. This friend has another friend of his who is close to him. അദ്ദേഹം തന്റെ മറ്റു സ്നേഹിതന് വേണ്ടി വായ്പ വാങ്ങിക്കാൻ വേണ്ടി വേറൊരു സ്നേഹിതന്റെ വീട്ടിൽ പോവുകയാണ്. And this friend is willing to go to his friend's house so that he may borrow food for his friend. അദ്ദേഹം ആ സ്നേഹിതന്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് കതകയിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. And then he goes there to his friend's house and he keeps knocking at his friend's house. അപ്പോൾ കർത്താവ് പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആഴമായ ബന്ധമുള്ളതായിരിക്കണം. So what is Jesus teaching us through prayer is that prayer is something that is very deep and intimate. നിങ്ങൾ കഴിഞ്ഞ 16 ദിവസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. For the last 16 days we have been in fasting and prayer. പക്ഷെ നമുക്ക് ആഴമായ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. Do we have a growing intimacy and deep connection with God? നമുക്ക് ദൈവമായിട്ട് ആഴമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമ്മളെയും മറ്റുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. When we begin to have a deep intimate connection with God, we begin to see others. പ്രാർത്ഥന നമ്മളെ വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. When you begin to pray, we are able to see who we ourselves are. It reveals a lot about ourselves. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ നമ്മൾ മറ്റുള്ളവരെയാണ് നമ്മൾ കാണുന്നത്. Many a times we pray, but we are only looking at others. പക്ഷെ ബൈബിൾ പറയുന്നത് അതല്ല. That's not how Bible teaches us. ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കും. When the Bible teaches us that when you pray, you begin to see yourself more better. ഈ സ്നേഹിതന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ രാത്രിയിൽ ഇതുപോലെ കടന്നു വന്നാൽ എനിക്കുണ്ടാകുന്ന വിശപ്പ് എന്താണെന്ന് താൻ മനസ്സിലാക്കിയിട്ടാണ് തന്റെ അടുത്ത സ്നേഹിതന് വേണ്ടി അടുത്ത വീട്ടിലേക്ക് താൻ കടന്നു പോകുന്നത്. This friend, he realizes if this same situation happens to me, if I end up in my friend's house in the middle of a night, what will he do for me? He takes that burden upon himself and he's willing to go to his friend's house. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Tonight I ask you a question. നിങ്ങൾക്ക് ഇതുപോലെ ഒരു നല്ല സ്നേഹിതനാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have the Lord enabled us to be that kind of a friend for others? നിങ്ങൾക്ക് ദൈവത്തോട് ഇതുപോലെ ഒരു നല്ല സ്നേഹിതനാകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ പോകാൻ കഴിയത്തുള്ളൂ. If only we can be that kind of a friend with God, then only we can take their burden and go before God and intercede and knock. നിങ്ങൾ അതുപോലെ ദൈവമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ ഇടയായി. When you and I end up having that kind of an intimate, deep connection with God, we will be able to see who we are. യേശു സാധാരണ ഭാഷയിലാണ് മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. Jesus is speaking in a very plain language. യേശു പറയുന്ന പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയും അതേ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു കാര്യം. Luke chapter 18 we read about the prayer that Jesus taught about the Pharisee and the tax collector. കാര്യം രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. They both are praying in two different ways. പക്ഷെ ഒരാള് തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. The tax collector is able to pray. In his prayer he talks about himself as to who he is.
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പരീക്ഷന്മാരുടെ പ്രാർത്ഥനകളെ പോലെ തന്നെ ആയിത്തീരാറുണ്ട്. And many a times our prayers are focused like the Pharisee who is seeing himself as other than all the other people. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവമായിട്ട് ഒരു അടുത്ത ബന്ധം നമുക്കുണ്ടാകുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. God is seeing in our prayers, He wants to see in our prayers that we develop an intimate, deep connection with God. യെശയ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ തന്നിലെ അശുദ്ധതയെ ഒന്ന് കാണുവാൻ ഇടയായി. When Isaiah began to pray in the presence of God, he was able to see his own sinfulness and he cried out that I am done because of my iniquities. ഈ സ്നേഹിതൻ അടുത്ത സ്നേഹിതന്റെ വീട്ടിൽ വന്ന് കഥകൾ മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സ്നേഹിതൻ പറയുകയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ കഥ അടച്ചിട്ടിരിക്കുകയാണ്. This friend goes and starts knocking at his friend's house. But when he keeps knocking, the friend who is inside, he says, hey, do not bother me, the door is locked, I cannot come. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ല, ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. This friend say, hey, I cannot, don't bother me, my kids are already asleep, do not bother me, I cannot come to help you. കാര്യം പല ഉപാധികളാണ് തന്റെ സ്നേഹിതൻ ഈ റൂമിനകത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. So this friend who is already asleep and he's hearing this constant knock coming from outside, he keeps giving all kinds of excuses. ഈ കഥ പറയുന്നത് യേശുവാണ് ഈ കഥ പറയുന്നത്. Remember, this is a story that Jesus is sharing. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ പറയുന്നത്. About 2000 years ago, he shares this story. അതുകൊണ്ട് നിങ്ങളെ ആ സമയത്തേക്ക് നിങ്ങളുടെ ചിന്തയൊന്ന് ഓടിച്ചോണ്ട് പോകണം. Think, go in your imagination nearly 2000 years ago. നിങ്ങൾ ബീഹാറിൽ കൂടെ വന്നാൽ ഇതുപോലത്തെ ഈ കഥ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. If you come to Bihar, you will be able to see this kind of a story play right in front of you. ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഇതിന്റെ പകുതിയുള്ള ഒരു റൂമിനകത്തൊക്കെയാണ് താമസിക്കുന്നത്. Many of our people who are living in maybe half of this stage. അപ്പം അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ചൗക്കിയായിരിക്കും അവർക്ക് കിടക്കാനുണ്ടാകുന്നത്. And they may have their bedroom, their living room, everything consists of just maybe part of this. അവരെ പാത്രമൊക്കെ കഴുകിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഈ കട്ടിലടിയിലേക്ക് കയറ്റി വെക്കും. And most of the time after the dinner is done, they wash their utensils and this all stored away under their bed. നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ച ആൾക്കാർക്ക് ഒരുപക്ഷേ നിങ്ങൾ ആ പിക്ചറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. And I know if you have ever visited villages in India, you might have seen those things. അപ്പം ഒരു വലിയ ബെഡിനകത്ത് അവരുടെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ആയിരിക്കും In one കിടക്കുന്നത്. huge bed, the parents are sleeping, the children are sleeping, everyone is sleeping together. അതിനുശേഷം കൊതുക് ഉള്ളത് കൊണ്ട് ഒരു കൊതുവലയുടെ കെട്ടും. And if because of the mosquitoes there, they will have a mosquito net over them. അപ്പൊ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ള വെളിച്ചത്തിൽ കൊതുകിനെയൊക്കെ അടിച്ച് വെളിയിൽ ഇറക്കിയിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള And കാര്യം. because there is no electricity also, they will make sure that once they chase away every mosquito they can see, then they will get inside the net. Once they're inside the mosquito net, they never want to come out of it. കാര്യം പലപ്പോഴും ഞങ്ങളും അങ്ങനെ തന്നെയൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is how mostly we do all the time. കാര്യം നമ്മൾ ഈ കൊതുകുവലക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഉറപ്പായിട്ടും കൊതുകകത്ത് കയറും. Once you are inside the mosquito net, you don't want to come out because the moment you come out, the mosquito will sneak inside. അപ്പൊ എന്റെ ചിന്തയിൽ ഒരുപക്ഷെ അവർ അതുപോലെ ആയിരിക്കും കിടന്ന് And ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. this is my thought that probably in the same way, this friend is sleeping inside his house. കാര്യം അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത്. It's very difficult for them to wake up and along with the children and come and help this friend. അമേരിക്കയിലെ സിസ്റ്റത്തിലല്ല കുഞ്ഞുങ്ങൾ അടുത്ത റൂമിലല്ല കിടക്കുന്ന, കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ തന്നെ കിടക്കുക. Not in our system like here where our children are sleeping in a different room, maybe upstairs or downstairs, but here children are with them. അപ്പം അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവർ ഉറക്കുക എന്നുള്ളത്. And then once if the kids also wake up in the middle of the night, getting them back to sleep may be again another challenging thing. പക്ഷേ ഈ മുട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹിതൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കുക. But this friend who is standing outside the door, he doesn't stop knocking. അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ആ സ്നേഹിതനുമായിട്ട് ആഴമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. Remember that in the middle of the night, if you are to go and knock at your friend's house, you must have that kind of a deep, intimate relationship with that person that you are willing to go to his house and knock. നമ്മുടെ ഫോണിലൊക്കെ ആയിരക്കണക്കിന് ഫോൺ നമ്പറുകൾ നമുക്കുണ്ട്. We have many hundreds of phone numbers in our phones. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ ചെന്ന് മുട്ടുവാൻ കഴിയുന്ന ഒരു സ്നേഹിതനുണ്ടോ? Do you have a friend that you can go no matter what time of the day it is and you can go and knock and call them? ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഏത് അർദ്ധരാത്രിക്കും എന്റെ സന്നിധിയിൽ കടന്നു This വരാം. is what Jesus is trying to say. In prayer, you can come to me no matter what is the time and the season. You can come anytime to me. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നതിന് വേണ്ടി ഒരു സമയവും മാറ്റിവെച്ചിട്ടില്ല. There is no time framework that God has said that only you can meet me at this appointed time. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് സമയത്തും കടന്നു ചെല്ലാം. Any time of the day, any season of the day, you can go and you can meet God. മറ്റു മതങ്ങൾ പലപ്പോഴും സമയത്തിന്റെ സീമകൾ വെച്ചാണ് ദൈവത്തെ വിളിക്കുന്നത്. Many a times you see the world religions, people have limited time framework in which you must see the deity. പക്ഷേ എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് ഒരു സമയവും But ഇല്ല. this is the beauty of our Jesus, that you and I can boldly
boldly approach his throne room at any given time. നിങ്ങൾ ഏതൊക്കെ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ സാധിക്കുന്നു ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവന്റെ അടുത്ത് കടന്നു ചെല്ലുവാൻ കഴിയും. Whenever we want to go, it doesn't matter whether it's day or night. It doesn't matter whether it's the middle of the night. We can boldly go and knock at his door. അതുകൊണ്ട് യേശു പറയുകയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു ഇന്റിമസി ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു ആത്മബന്ധം കർത്താവുമായിട്ടുണ്ടാകണം. So Jesus is saying the first thing that we need to see is we must build, develop an intimate, deep connection with our Lord. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു സമർപ്പണം ഉണ്ടാകണം. Number two, he's saying you must have a total surrender. കാര്യം ഈ സുഹൃത്ത് നിരന്തരമായിട്ട് കുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. This friend who went to his friend's house keeps on knocking. അർദ്ധരാത്രിയിൽ ഒരു സുഹൃത്തിനു വേണ്ടി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പേ ദുഷ്കരമായ കാര്യമായിരുന്നു. 2000 years ago also to play this parable out, it would have been difficult that in the middle of the night you want to go to help your friend. ഞങ്ങളെ ബീഹാറിൽ ഞാൻ 2004 ആദ്യമായിട്ട് ചെല്ലുന്നത്. 2004 is the first time I reached Bihar. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വെളിയിൽ ഇറങ്ങത്തില്ല. After 8 o'clock, no one will be there outside. ആൾക്കാർക്ക് പേടിയായിരുന്നു വെളിയിൽ ഇറങ്ങാൻ. People are afraid to go outside, venture outside after 8 p.m. ഒന്നിൽ അവർ ലൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. Either they will loot you or they will shoot you. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ വെളിയിൽ ഇറങ്ങത്തില്ല. So therefore people do not go venture outside their house. കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിൻ രാത്രി 12 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. The last train that comes to the station is around 12 o'clock in the midnight. 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ അന്ന് രാത്രി ചെന്നപ്പോൾ അവിടെ എന്നെ വിളിക്കാൻ ആരും വന്നില്ല. When I went there for the first time, my train reached around 12 o'clock. No one came to receive me at the station. എനിക്ക് ആകെ ഉണ്ടായിരുന്ന നമ്പർ പ്രിയ ഡോക്ടർ എബി മാത്യുവിന്റെ ആയിരുന്നു. അദ്ദേഹം അങ്ങ് മറന്നും പോയി. And the only phone number that I had was of Dr. Ebi Matthew, and he forgot that I'm reaching that day. അദ്ദേഹം അവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനിലാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. He is already out of station. He will only come back to the city after 3 days. അന്ന് ഞാൻ രാത്രിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. And the whole night I stayed in the railway station. അടുത്ത ദിവസം രാവിലെ വന്നിട്ടാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. And the next day morning someone came and picked me up from there. ഞാൻ അതിനുശേഷം ഒരു തീരുമാനം എടുത്തു, ഇനി ആരും ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന രാത്രി ഞാൻ അവിടെ ഇരുത്തത്തില്ല, ഞാൻ അവരെ പോയി വിളിച്ചോണ്ട് വരും. So then I made a decision in my life, because I went through the same situation, that if anyone comes and they call me in the middle of the night that we are at the railway station, we have no way to get there, I will always go there and help them. ഞാൻ ചെന്ന് താമസിക്കുന്ന സ്ഥലത്തോട് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു രാത്രി ഞാൻ വരുമ്പോൾ നിന്നെ ആരെങ്കിലും വെടിവെക്കുമെന്ന്. And the place that we used to live, the security would always tell me, if you go in the middle of the night, someone can shoot you. പക്ഷെ ഞാൻ ബീഹാറിൽ കണ്ട ഒരു നല്ല സ്നേഹിതനെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. And I found a good friend in Bihar. ഒരിക്കൽ ഞങ്ങളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. Once upon a time, we were badly beaten and we were taken to the police station. ഏകദേശം 3 മണിക്കൂർ അവർ ഞങ്ങളെ വളരെ ഉപദ്രവിച്ചിട്ടാണ് അവസാനം അവിടുന്ന് പോലീസുകാർ വന്നാണ് ഞങ്ങളെ രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. And after 3 hours of being tortured, they took us to the police station. അന്ന് രാത്രിയിൽ ഏകദേശം 12:30 മണി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഹോദരൻ കടന്നു വന്നു. About 12:30 in the night, a man came there. അദ്ദേഹത്തിന്റെ പേര് വയാസ് എന്നാണ്. His name is Riaz. കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, വളരെ നീളം കുറഞ്ഞ ഒരു സഹോദരൻ. A short man, doesn't look very handsome. രാത്രി 12:30 ആയപ്പോൾ അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്നു. And he came over 12:30 in the night. He came to the police station. പോലീസുകാരോട് പറഞ്ഞു എനിക്ക് അവരെ കാണണം. He said that I need to meet them. അപ്പം അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു, നീ ആരാണ് ഇവരുടെ? And then these cops asked him, who are you? How are you related to them? അദ്ദേഹം പറഞ്ഞു, മേരെ ഭായി, ഇതെന്റെ സഹോദരനാണെന്ന്. That's all they said, that these are my brothers. എനിക്ക് ഭയങ്കര സത്യത്തിൽ അന്ന് രാത്രിയിൽ എന്റെ അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞു. And my eyes welled up in tears just to hear that word. But in the middle of the night, would someone come and say that they belong to me, they are my brothers? അവർ ഞങ്ങളെ ഇടിച്ചപ്പോൾ ഞങ്ങൾ കരഞ്ഞില്ല. And when they beat us, we didn't cry. പക്ഷേ ആ മനുഷ്യൻ വന്നിട്ട് അന്ന് രാത്രിയിൽ പറയുകയാണ്, 12:30 ആയപ്പോൾ ഒരു ബീഹാറിയായിട്ടുള്ള ഒരു സഹോദരൻ വന്നിട്ട് തനിച്ച് വന്നിട്ട് പറയുകയാണ്, അതെന്റെ സഹോദരനാണ്. But in the middle of the night, this man came in search of us and he said, these are my brothers who you have put in the jail. ഈ പോലീസുകാർ ഇദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. And the cops tried to threaten him. പറഞ്ഞു, നിന്നെ ഞങ്ങൾ പിടിച്ച് അകത്തിടും. They told him that we will put you also in jail. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ് അതിനകത്തിടാൻ. And he said that I'm ready to be in jail. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇവർക്ക് ആഹാരം വാങ്ങിച്ചോണ്ട് വരാം. And he said that after some time this man said, they haven't eaten this whole hour, let me go and get them some food. ആ രാത്രിയിൽ നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു ഡാവയിൽ പോയിട്ട് അദ്ദേഹം കുറച്ച് ചപ്പാത്തിയും ദാലുമായിട്ട് തിരിച്ചു മടങ്ങി. This man went to one of the street eateries and he brought some bread and some lentil soup for us. അന്ന് രാത്രി ഏകദേശം 1:15 കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി ആഹാരമായിട്ട് കടന്നു വരുവാനായിട്ട്. Around 1:30 in the night he came back with bread and food for us. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. Jesus is reminding us, you must have that surrender
to get going for your friend. ഒരു സ്നേഹിതന് വേണ്ടി മറ്റൊരു സ്നേഹിതൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് യേശു ഇവിടെ വിവരിക്കുന്നത്. Jesus is explaining what a friend, the greater length that a friend will go for his friend. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇതേപോലെ സമർപ്പണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? How can we be so surrendered and be obedient that we will be ready to go an extra mile for another friend? നിങ്ങളുടെ 21 ദിവസ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് അതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ടാകട്ടെ. It is my prayer that during these 21 days of prayer, may the Lord instill in us that kind of a character that we are willing to go an extra mile for our friend. യേശു പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. Jesus is saying prayer means surrender. നിങ്ങൾക്ക് ഒരു സമർപ്പണമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും സക്സസ് ആകുന്നില്ല. If you are not surrendered before God, your prayers will not be answered. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. Many times we pray only for ourselves. യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. Jesus is reminding us through this parable that if you are praying, you must have a surrendered heart. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. Thirdly, Jesus is reminding us another thing. Prayer means you stand in the gap. You are interceding. ഒരു സഹോദരൻ അടുത്ത സഹോദരന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ വായിക്കാൻ Jesus is കഴിയുന്നത്. reminding us a friend does something for his friend. ഒരു സഹോദരൻ അടുത്ത സഹോദരന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. What is prayer? Prayer is nothing else but Jesus is teaching us one friend is willing to go a greater length for his friend. കാര്യം ഈ സഹോദരൻ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. And remember that the first friend and the third friend among themselves they have no commonality, they don't even know each other. നമ്മൾ സാധാരണയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന നമുക്ക് ഏറ്റവും നമ്മളുമായിട്ട് ഏറ്റവും സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറ്. Many times we help those whom we know at least a little bit. നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നെ സഹായിച്ചാൽ ഞാനും സഹായിക്കാം. And this is our conditional help. Hey, if you help me, I will also help you. പക്ഷേ യേശു പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. But this is what Jesus is teaching. Your prayer is an intercession. You are standing in the gap. നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Have we been able to understand the people who are next to us? നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ Have കഴിഞ്ഞിട്ടുണ്ടോ? we been able to understand the people around us? നിങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ Have we been കഴിഞ്ഞിട്ടുണ്ടോ? able to understand our neighbors? നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Were we able to pray for them? നിങ്ങൾ താമസിക്കുന്ന ഈ കൺട്രിയിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. Where we shouldn't we be ready church so that we pray for people who live in our neighborhood? അപ്പൊ ഈ ഹോൾ വലുതാകുവാൻ ഇടയായി തീരും. Once we start doing that, don't you see, they will be captured by the love that we have for them, that we are taking them before the throne room of God. 10-15 വർഷമായിട്ട് നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും അറിയാത്തവരാണ് നമ്മളിൽ പലരും. Many a times we do not even know. Maybe we are living in the same place, same locality for maybe 5, 10, 15, 20 years, but we don't know who our neighbors are. പക്ഷേ യേശു പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. Jesus is saying that prayer means you are standing in the gap, interceding. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നുള്ള പല്ലവികൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ Many അവസാനിപ്പിക്കുകയാണ്. times our prayers are so narrow minded that it only constitute about Lord bless me, bless my family, bless my children, bless all that I have. എന്നാൽ നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ കഴിയണം, കർത്താവേ നമ്മൾ മറ്റുള്ളവരെ പറ്റി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. Maybe tonight the Holy Spirit is reminding us our prayers should broaden up. It should not be just about us, but it should be set other focus. Lord, how can I include others in my prayers? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ വ്യത്യസ്ത മനുഷ്യരായി മാറുവാൻ ഇടയായി When we തീരുന്നത്. start praying like that, we become different people. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. That's how when we start praying for others, that there is change within us. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം ഉണ്ടാവാൻ ഇടയായി Our തീരും. thought pattern becomes changed. ഈ സഹോദരൻ തന്റെ മറ്റൊരു സ്നേഹിതന് വേണ്ടി രാത്രിയിൽ പോയിട്ട് മധ്യസ്ഥത അണയ്ക്കുകയാണ്. This friend in whose house a friend came in the midnight, he is willing to go the extra mile to his friend's house and starts knocking at his door. കാര്യം അപ്രകാരം ഒരു മധ്യസ്ഥത പ്രാർത്ഥന അണയ്ക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ നമുക്ക് കാണുന്നത്. We see that when you start interceding like that, you will be able to see miracles take place. അന്ന് നാലാമത്തെ കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യമായിട്ടായിരിക്കണം ചെല്ലേണ്ടത്. And the fourth thing that we find here, the fourth thing about prayer that Jesus is teaching us through this parable is that prayer is always focused upon specific needs. നമ്മൾ ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. Many times our prayers are all over the place. പക്ഷേ ഈ സഹോദരൻ തന്റെ കൂട്ടുകാരന് വേണ്ടി ചെന്ന് ചോദിക്കുന്നത് എത്ര അപ്പമാണെന്നറിയോ? എത്ര അപ്പോ? 3 അപ്പം. This friend goes and knocks at his friend's house. You know how many breads he's asking for? He's asking for specifically, I need only what?
3 breads. നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. There must be a specific prayer topic that we have when we approach the throne room of God. നിങ്ങൾ കഴിഞ്ഞ 21 ദിവസമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We have been praying and seeking the face of God. എന്നാൽ നിങ്ങളുടെ ഏത് ആവശ്യമായിട്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നത്? Which is our need, the primary need with which we have been in the presence of God. ഈ സ്നേഹിതൻ അവിടെ പ്രാർത്ഥിക്കുന്നത് ഒരു 3 അപ്പത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. This man is asking for his friend, hey, would you give me 3 breads that I can present it before my friend? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവിടെ കടന്നു വരാം. When you are asking questions, there could be questions and answers that come. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 3 things happen in prayer. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പെട്ടെന്ന് പറയും, യേസ് എന്ന് പറയും. Many times when we pray, the Lord will answer and say, yes, I grant your desire. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും നോ എന്ന് പറയും. And secondly, when we pray, sometimes the Lord will say no. ചില സമയത്ത് കർത്താവ് പറയും വെയിറ്റ് എന്ന് പറയും. And thirdly, when we pray, sometimes the Lord will say, just wait on. പക്ഷേ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. And the third thing, wait on, when the Lord says to us, we do not know how long shall we wait. ചില സമയത്ത് നമ്മൾ ഒത്തിരി സമയം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Sometimes we will have to wait a longer period of time. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് നല്ലൊരു വിശ്വാസം ഉണ്ടാകണം. But when we are waiting in the presence of God for an answer to a prayer, we must have faith within us. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. If we do not have faith, it will be impossible for us to wait. യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം വെയിറ്റ് ചെയ്യാൻ. Jesus is saying, when you wait in the presence of God, you must have the faith to wait upon what you have asked of God. ഈ നല്ല സ്നേഹിതൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ കയ്യിൽ അപ്പമില്ല എന്നവിടെ പറയുന്നില്ല. The friend who is sleeping, he is not saying that I do not have the bread. അദ്ദേഹം ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. This friend is knocking at his door. നമ്മളൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ കഥകിന് ഒരു ഇടിയൊക്കെ ഇടിച്ചിട്ട് അങ്ങ് മടങ്ങി പോയേനെ. We would have been impatient and we would have knocked few times and then we would have left. പിന്നെ അവനോട് പറഞ്ഞാൽ നിന്നോട് ഞാൻ ജീവിതത്തിൽ മിണ്ടത്തില്ല. And then we would have even said this, man, inji melal jan, I will never come and I will ever sorry about that. I will never come and be knock at your door again. പിന്നെ കാണുമ്പോഴൊക്കെ പറയും നീ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു ഞാൻ നിന്നോട് മിണ്ടത്തില്ല. And we will always say, we will always hold that grudge. Man, you did that to me. I came and knocked so much. You never opened the door. I'm not going to talk to you anymore. സത്യമല്ലേ, നമ്മൾ അങ്ങനല്ലേ ചെയ്യാറുള്ളത്? Wouldn't that be our response oftentimes? പക്ഷേ ഇവിടെ ഈ സ്നേഹിതൻ മുട്ടിപ്പായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. But this friend keeps on knocking. അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമാണ്, എൻ്റെ ഈ സ്നേഹിതൻ എനിക്ക് വേണ്ടി കതക് തുറന്നു തരും. He has that faith that my friend will open the door for me. ഈ സ്നേഹിതൻ എനിക്ക് വേണ്ടി കതക് തുറന്നു തരുമെന്നുള്ള ഭയങ്കര വിശ്വാസം ഇദ്ദേഹത്തിനുണ്ട്. This friend has that great faith that not at least now or later on he is bound to open the door for me. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. We all pray. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നവരാണ്. Many a times we pray, but then after prayer we go to the next option, what is at hand. നമ്മൾ 1-2 പ്രാവശ്യം പ്രാർത്ഥിക്കും, അതിനുശേഷം നമ്മൾ പ്ലാൻ ബിയിലേക്ക് പതുക്കെ മാറും. Many times we pray, plan A may be prayer, but then we also have lined up plan B and C and D, and if prayer doesn't work, we immediately go to the next plans. എനിക്കറിയാം ഉറപ്പായിട്ട് നിങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് പ്ലാൻ എ ആണ്, പ്രാർത്ഥന തന്നെയായിരിക്കും. First plan for all of us is plan A, which is pray. പക്ഷേ അത് ഒരു ദിവസം പോലും നമ്മൾ ആ പ്ലാൻ എ നിൽക്കത്തില്ല. But many times because of the lack of faith, we don't stick to that plan A. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. But the Lord says to us tonight is this: if you keep waiting upon me, I am faithful to answer you. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളെ പറയുന്നത്, എന്നെ രുചിച്ചറിയുവിൻ ഞാൻ എത്ര മഹാനാണെന്ന്. That's what the scripture says, oh taste and see that the Lord is good. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ രുചിച്ചറിയുവാനുള്ള ഒരു അവസരമാണ് ഈ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. To wait in the presence of God is for us to wait to see and taste how good he is. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരും. As we wait, our faith will slowly increase. ഞങ്ങളുടെ ബീഹാറിലൊക്കെയുള്ള ആൾക്കാർ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. Our people in Bihar are very common people. പക്ഷേ ഞങ്ങൾ അവരോട് യേശുവിനെ പറ്റി പറയുമ്പോൾ അവരെ യേശുവിൽ വിശ്വസിക്കാനിടയായി. When we speak to them about Jesus, they put their faith in Jesus. അവർക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല, അതുകൊണ്ട് അവർ വലിയ ലോജിക്കായിട്ടൊന്നും കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. They are not too literate, they are not too educated, so they don't think rationally too many things. അവരോട് പറയുന്നു യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും യേശു ഞങ്ങളെ രക്ഷിക്കും. When we say to them that Jesus will save you, they believe that. അതുകൊണ്ട് അവർ യേശുവിൽ വിശ്വസിക്കും. And they believe. അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കും, അവരങ്ങ് സൗഖ്യമാവും. And no matter what is going on in their life, they begin to pray, they receive the answers. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചത്. Many times we ourselves are
totally struck in Malaya- wonder Ma- why these things are happening. മലയാളിയായ എന്റെ മനസ്സിൽ തന്നെ ചിന്തയുണ്ടായിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പ്രാർത്ഥിക്കേണ്ട, ആശുപത്രി പോകണോ. Many a times, as a Malayali, many times I bring my unbelief in those places and I tell them, hey, for these matters, please go to the hospital immediately. അവരുടെ എരുമയ്ക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് പറയും, ഭയ്യ ഞങ്ങളുടെ എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Whenever their buffalo is sick, they will immediately call and say, my buffalo is sick, would you pray for my buffalo? എന്നിട്ട് എരുമയുടെ ചെവിയിലേക്ക് ഈ ഫോൺ അങ്ങ് വെക്കും. And then what they do is they put the phone near the ear of the buffalo. ഞാൻ നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി പറയുകയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവ് ഈ എരുമയെ സൗഖ്യമാക്കണം. അടുത്ത ആഴ്ച വന്നിട്ട് അവർ സാക്ഷി പറയും എരുമ സൗഖ്യം. And we will keep the phone near the ear of the buffalo and we will pray, Lord, that you will heal this buffalo. And the next Sunday, they come back to church and they say, the Lord healed our buffalo. അങ്ങനെ ഒത്തിരി അനേക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവിടുത്തെ ബീഹാറിലെ ഗ്രാമങ്ങളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. These are simple people, common people. But when you say to them that the Lord heals, they apply it in every aspect of their life. അങ്ങനെയുള്ളവരുടെ സാക്ഷി പറയുവാണെങ്കിൽ ഒത്തിരി സമയം നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. And if you have to share those testimonies, we can just recount those testimonials. കാര്യം എന്താണെന്ന് അറിയാം, അവർ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. They are just believing the Lord, whatever is being said. അവർക്കറിയാം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ സൗഖ്യമാവും. They know for sure that if I pray to Jesus, I will be healed. നമ്മളെ പോലെ വേറെ ലോജിക്കായിട്ടുള്ള ഒരു ചിന്താഗതി അവർക്കില്ല. They don't bring logic and reason into their faith. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. Therefore, miracles happen. കാര്യം അവര് മന്ത്രവാദികളുടെ അടുത്തും മോചയുടെ അടുത്തും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് അവരുടെ നമ്മുടെ അടുത്ത് അവസാനം സഖികെട്ടാണ് അവർ കടന്നു വന്നേക്കുന്നത്. Remember that in their journey, the last many years, they have been to witchcraft, they have been to sorcery, they have been to black magic, they have been to all kinds of other ritualistic practices, and now they have come to Jesus. അതുകൊണ്ട് അവർ പറയും ഈ യേശു ഞങ്ങളെ രക്ഷിച്ചു എന്ന് അവർ പറയും. So that's why they are sometimes very strong in their faith to say this Jesus has saved us. ഈ കാലഘട്ടത്തിൽ അവിടെ ഭയങ്കര പ്രതികൂലങ്ങളാണ് സത്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. In this lately, in the last many years, we see a lot of persecution that has come. പക്ഷേ ഒത്തിരി പ്രിയപ്പെട്ടവർ യേശുവിനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് But at the കടന്നു. same time, the church is growing steadily. ഞങ്ങളുടെ ഒരു സഭയിലെ കഴിച്ച നാളുകൾക്ക് മുമ്പേ ഏകദേശം 400 പേര് കൂടുന്ന സഭയില് ഒരു പകൽക്കാലം വന്നിട്ട് ഹിന്ദു അവരുടെ ERSS ബജറംഗിന്റെ ആൾക്കാർ വന്നിട്ട് ആക്രമണം നടത്തുവാനിടയായി. In a church that has about 300-400 people, these lately one of the right-wing groups in India, they came and they brought so much of destruction. പക്ഷേ ആ വിശ്വാസികളൊക്കെ ഫ്രണ്ടിൽ അണിനിരന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു, ഈ യേശുവാണ് ഞങ്ങളെ രക്ഷിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചർച്ചിനകത്ത് കയറാൻ പറ്റത്തില്ല. So when they came to attack the church, the believers stood in the front of the church and they said, we believe in Jesus, and because we have been following all these gods and all these things, but now we follow Jesus, you cannot enter the church and do anything here. കാര്യം എന്താണെന്ന് അറിയാം, അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. And because they prayed with faith and the Lord brought miracles in their life. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലത്തെ വിശ്വാസം ഉണ്ടാകട്ടെ. Brothers and sisters, when we pray, let's have that kind of a faith. നിങ്ങൾ ഒരു സ്പെസിഫിക് ആവശ്യമായിട്ടായിരിക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു Maybe we are coming to the presence of God with a specific need. ഒരുപക്ഷെ ദൈവം നിങ്ങളോട് പറയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. Maybe the Lord is asking you tonight, wait in my presence. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്യാൻ തയ്യാറായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ. If you and I are willing to wait in His presence with patience, He is faithful to reveal His plans and purposes for us. അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ടിന്യൂഷൻ ആയിരിക്കണം, അതൊരിക്കലും നിർക്കുന്നതായിരിക്കും. The fifth thing about prayer is this: you must not stop it, it must continue on. പലപ്പോഴും നമ്മൾ പലപ്പോഴും നിരാശരായി മടങ്ങി പോവുകയാണ് ചെയ്യാറുള്ളത്. Many times in prayer we seek, we do not receive, we go back. ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ യേശുവിനെ വിട്ടിട്ട് കടന്നു പോകുന്നവരായിട്ടാണ് നമ്മൾ Many കാണാറുള്ളത്. times when persecution arises, when challenges come, we just leave Jesus. We said, we don't want church, we don't want prayer, I'm just done for it. ഞാൻ ബീഹാറിൽ ചെന്ന സമയത്ത് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു കുടുംബമായിരുന്നു രാജു ശാരദ എന്ന് പറയുന്ന ഒരു ഫാമിലി. A family by name Raju and Sharda, they were the first family that came to the Lord after I moved into Bihar. ഞാൻ ഗയയിൽ ചെന്ന സമയത്ത് ആദ്യത്തെ എന്റെ വിശ്വാസികളായിരുന്നു അവര്. They were my first believers in Gaya. അങ്ങനെ അവരുടെ രണ്ടാമത്തെ മോളുടെ വിവാഹം വന്ന സമയത്ത് അവർ പറഞ്ഞു, ഭയ്യ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു ക്രിസ്തീയ രീതിയിൽ വിവാഹം കഴിപ്പിക്കണം. When their second daughter's marriage came, they said, we want our daughter to be married in a Christian home. നിങ്ങൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ രീതി വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമൊന്നും അല്ലെന്നാണ് നമ്മുടെ ചിന്ത. We may think, oh, what is there? You want to get her married in a Christian home? That is not a big deal. അവരുടെ ഈ ജാതി വ്യവസ്ഥ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബീഹാർ. In Bihar, if you come to India, the caste system is pretty deeply rooted in Bihar. അവരുടെ ഗ്രാമത്തിൽ ആകെ യേശുവിനെ പറ്റി അറിഞ്ഞേക്കുന്ന ഒരു പ്രിയപ്പെട്ടവരാണ് അവര്. This family is the only family in their entire village that has come to know Jesus. അവർക്കൊരു ഒരു പയ്യനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. So for them to get a boy who believes in Jesus from their village is a big deal.
അവരുടെ ജാതിയിലല്ലാത്ത വേറെ ഒരു സഹോദരനുമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ വിവാഹം നടത്തുകയും അങ്ങനെ വളരെ സന്തോഷമായിട്ട് വിവാഹം നടത്തുവാൻ ഇടയായി. And we found a young man who was not belonging to their own caste, but he's a believer. We finally did their wedding. ഒരു 81 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ പട്നയിൽ നിന്ന് പ്രിയ ഡോക്ടർ എബി പി മാത്യു എന്നെ ഫോൺ ചെയ്തു. After about 80 days, Pastor Ebi called me one day from Patna. എൻ്റെ അടുത്ത് പറഞ്ഞു അത് അവരുടെ പേര് അനൂം ജവഹർ എന്നായിരുന്നു, അവർ രണ്ടുപേരും മരിച്ചു പോയെന്ന് പറഞ്ഞു. And he told me that this young couple, by their names were Anu and Jawahar, they died. ഒരു ചെറിയ റൂമിനകത്തായിരുന്നു അവർ കിടന്നിരുന്നത്. They used to sleep in a small room. അതിന്റെ ടോപ്പ് വരെ ന്യൂ ടെസ്റ്റമെന്റ് ബൈബിൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. They had the New Testament Bible completely lined up in their house. ഒരു കട്ടിൽ മാത്രം ഇടാനേ അവിടെ സ്ഥലമുണ്ട്. They had only one small space to put a small cot. അന്ന് രാത്രിയിൽ അവർ കിടന്ന സമയത്ത് കൊതുകുവല ഇതേ കെട്ടി ഈ ബൈബിളുകളെല്ലാം കൂടെ ഇവരുടെ മുകളിൽ മറിഞ്ഞു വീണാണ് ഇവർ മരിക്കുന്നത്. So they had tied the mosquito net over this the rack in which they put the New Testament Bibles. In the night, what happened is that the entire the rack fell upon them, the Bibles fell upon them, and they both died while they were sleeping. ഞാൻ രാവിലെ ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുമായിട്ട് ഈ പട്നയിലേക്ക് കടന്നുപോയി. I went with their parents to Patna. ഞാൻ വളരെ എന്ത് പറയണമെന്ന് അറിയാതാണ് ഞാൻ അവരുമായിട്ട് അവിടെ ചേർന്നത്. And when I went there, I didn't know what to say to them. അവസാനം അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭയ്യ രാജു ഭയ്യോട് ഞാൻ പറഞ്ഞു, ഭയ്യ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടത്. I told this father, I have no words to share with you. I don't even know how to say anything. I'm just speechless. അവരെന്ന് അന്ന് പറഞ്ഞ കാര്യം ഇന്നും എൻ്റെ ചെവികളിൽ ഇങ്ങനെ എന്നും കേൾക്കാറുണ്ട്. What they said to me that day still reverberates in my mind. ഞങ്ങൾ ഈ യേശുവിന്റെ പിന്നാലെ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞങ്ങൾ ഈ യേശുവിനെ വിട്ട് പിന്മാറും. This is what they say. We have started following Jesus Christ. No matter what comes in our life, we will continue to follow Jesus. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച നമുക്കത് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. While we are born in a Christian family, for us, we don't know what it means to pay that kind of a price in following Christ. പക്ഷേ ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ഒരാളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ അവർ വീണ്ടും ആ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ Listen to the story in this way. This is a Hindu family who has come to the Lord from the entire village. They are the only family that believes in the Lord. And this kind of a tragedy that happened, so painful in their life, but they are still willing to follow after Jesus. ഗ്രാമത്തിലുള്ളവരെല്ലാരും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേവദേവതമാരെ വിട്ടിട്ട് പോയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്. The people in the village told them, because you left your Hindu gods and goddesses, that's why this curse has come upon you. പക്ഷെ അവർ വിശ്വാസത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോയില്ല. But not even one step they took back from their faith. അവരുടെ മൂന്നാമത്തെ മകളെയും ഒരു ദേവദാസനെ കൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. Their third daughter also they married to a man of God. അവർ ഇന്ന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. And the third daughter and their husband, they are continuing in the work of the ministry. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം മജബൂത്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട്. When trials come, when troubles come, that is a place where it will be tested how deep our faith is. അതോ നമ്മുടെ വിശ്വാസം നമ്മൾ വ്യതിചലിക്കുന്നവരാണോ? Or are we people who leave faith at the drop of a hat? യേശു പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിരിക്കണം. Jesus is reminding through this parable is that your prayer must continue on. കാര്യം പ്രാർത്ഥന ഒരിക്കലും നിൽക്കുന്നതായിരിക്കരുത്. Your prayer must persevere. It must continue on. It's move on. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ കടന്നു വന്നുകൊണ്ട് Life will have its own ebbs, up and down. ജീവിതമെന്നും സന്തോഷത്തിന്റേത് മാത്രമായിരിക്കത്തില്ല. Every day in life we may not have the joys and the ups only. ജീവിതം എന്ന് പറയുന്നത് സുഖ മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ്. Life is all about what? Joy and sadness and sorrow. It's a mixture of everything together. പക്ഷെ നിങ്ങൾ ഈ നല്ല സ്നേഹിതനുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിതന്റെ അടുത്ത് ഏത് അർദ്ധരാത്രിക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം. But once you have this intimate connection and deep relationship with this friend, you can go to him at any given time, at any given moment. You can be at his presence. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. I am going to close my words here. നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. I want to ask a question to you. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? Have you ever come across such a friend in your life? ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ സ്നേഹിതനുമായിട്ട് മാത്രമായിരിക്കണം ഇവിടുന്ന് കടന്നു പോകുന്നത്. As you leave this place tonight, church, will you go with an assurance that this Savior, this Jesus is my friend? ആ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ നൽകുവാനിടയായി തീർന്നു. This Jesus, he gave his life for us. ആ സ്നേഹിതനെ പോലെ വേറെ ഒരു സ്നേഹിതൻ ഈ ലോകത്തിൽ ആരുമില്ല. There is no greater friend than Jesus. ആ സ്നേഹിതനെ പോലെ വേറെ ഒരു സ്നേഹിതനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. We cannot find any other greater friend like him. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും പിൻവലിക്കുവാൻ കഴിയത്തില്ല. Therefore Apostle Paul is asking this question. No, nothing can separate me from the love of Jesus Christ. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്നതല്ല.
In Romans chapter 8, verse 28 following, Paul reminds us that I am reminded that none of these things, whether it be poverty, whether it be lack, whether it be scarcity, whether it be the sword, nothing can separate me ഈ from the Lord. സ്നേഹിതനെ പോലെ വേറെ ഒരു സ്നേഹിതനും നമ്മുടെ ജീവിതത്തിലില്ല. There is no friend like Jesus. നിങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ സ്നേഹിതൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സ്നേഹിതനായി മാറട്ടെ. Let Jesus become an intimate friend with you as we finish our prayers. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളോട്. 5 things I shared with you. ഒന്ന്, നിങ്ങൾക്ക് ഒരു ഇന്റിമസി ദൈവത്തോട് ഉണ്ടാകണം. First and foremost, let's have an intimacy with God. രണ്ടാമത്, നിങ്ങൾക്ക് ഒരു നല്ല സമർപ്പണം ഉണ്ടാകണം. Number 2, let's have a deep surrender and an obedience. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇന്റർസെസറി മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കണം. Number 3, let our prayer become standing in the gap and interceding. നാലാമതായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു സ്പെസിഫിക് ആവശ്യം ഉണ്ടായിരിക്കണം. Number 4, let there be specificity in our prayer. അഞ്ചാമതായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നിൽക്കുന്നതായാലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. Number 5, let our prayer continue. Let there be perseverance of faith and perseverance in our prayer until we see his face. We will keep on asking. കർത്താവ് പറയുകയാണ്, യാചിക്കുക എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും. Jesus said this, ask and it shall be given, knock and the door shall be opened, you seek and you shall find. ഈ കഥയുടെ ഏറ്റവും അവസാനത്തെ ഏറ്റവും മനോഹരമായ ഭാഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? You know what is the beautiful how Jesus ends this story? അവസാനമായിട്ട് ഈ സ്നേഹിതൻ അവിടുന്ന് രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്. This friend rises up from his bed. അതിനുശേഷം താൻ കടന്നു വന്നിട്ട് തന്റെ വീട്ടിലിരിക്കുന്ന മുഴുവൻ അപ്പവും എടുത്ത് ഈ കൂട്ടുകാരന്റെ കയ്യിലേക്ക് കൊടുത്തു. He comes and he opens his kitchenette and he gives not just 3 bread, whatever he needed and more he supplies to his friend. അദ്ദേഹം ചോദിച്ചത് കേവലം 3 He അപ്പമായിരുന്നു. only asked for 3 bread. പക്ഷേ ഒരു കൊട്ട അപ്പമാണ് അദ്ദേഹത്തിന്റെ But കയ്യിലേക്ക് this കൊടുത്തത്. friend, when he comes to give, he gives him more than what he asked. അവിടെ നമ്മൾ വായിക്കുന്നത് വേണ്ടുവോളം അദ്ദേഹത്തിന് The നൽകിയെന്നാണ്. Bible says that more than he asked, the friend is willing to give to him. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം തരുവാൻ ശക്തനായ Can I tell you, ദൈവമാണ് church, നമ്മുടെ കർത്താവ്. tonight when you start seeking and standing in the gap and praying for others more than what you have asked, the Lord is faithful that he will supply all your needs according to his riches in glory. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യം 3 അപ്പത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം, 3 അപ്പം കിട്ടി നമ്മൾ തൃപ്തരായി കടന്നു പോകുന്നവരാണ്. Many times we pray for the 3 bread and we are satisfied with that. പക്ഷെ നമുക്ക് ആ ചിന്താഗതിയിൽ നിന്ന് മാറ്റാൻ നമുക്കൊരു വ്യത്യാസം വരുത്തിയാൽ, Let there be a change and let there be a shift. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ Can തയ്യാറായാൽ we start praying for others? അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. God will satisfy and fulfill their needs. അതിനെക്കാട്ടിലുപരി നിങ്ങൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ആഹാരം കൂടെ അവൻ ദൈവം നിങ്ങൾക്ക് And he will supply to you so much in abundance that we can continue to survive. വളരെ മനോഹരമായിട്ടാണ് യേശു ഈ കഥ പറഞ്ഞ് Jesus അവസാനിക്കുന്നത്. taught this parable so beautifully. ഈ കഥ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികത്തിലേക്ക് നമുക്ക് വരുത്താം. Can we bring to practice this parable? നമുക്ക് ഒരു നിമിഷം നമുക്ക് തലകണ ഒന്ന് വണക്കാമോ? Shall we pray this നമുക്ക് night? കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിനോട് പറയാം, Shall we pray to the Lord? കർത്താവേ എന്നെ ഇതുപോലെ ഒന്ന് പണിയുമാറാകണമേ. Lord, you build me like this, Lord. എനിക്കൊരു നല്ല സ്നേഹിതനായി തീരുവാൻ കഴിയാൻ എന്നെ Lord, സഹായിക്കണമേ. make me a good friend for others, oh God. ഞങ്ങളുടെ കർത്താവേ നല്ല നിമിഷത്തിനായി സ്തോത്രം Lord, we ചെയ്യുന്നു. thank you for this blessed night. കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും ആയിരിക്കാൻ കർത്താവ് കൃപ നൽകണമേ. Lord, give us the grace that we continue in perseverance, in patience every day in your presence. ഞങ്ങൾ ഒരു നല്ല സ്നേഹിതന്മാരായി മാറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. Lord, allow us to be good friends, oh God. എല്ലാ നല്ല ദാനകത്തിനുമായി We സ്തോത്രം thank you ചെയ്യുന്നു. for all the goodness and the blessings. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' mighty name we pray. ആമേൻ. Amen. നല്ല രാത്രിക്കായി സ്തോത്രം. പ്രിയ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ ബീഹാറിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Amen. We want to express my sincere thanks to each one of you for patiently listening to God's word. Again, I'm inviting you to come to Bihar. May the Lord bless you.